ഹലോ നമസ്കാരം ബ്രേവ് ഹാർട്ട് ഗെയിമിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ നോയറിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മളങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാനില്ല, വളരെ അടിപൊളിയായിട്ടാട്ടോ നമ്മുടെ റോക്ക് സ്റ്റാർ സമ്മതിക്കണം. അവർ ഏത് ഗെയിം ഇറക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് അത് വേറെ ലെവലാണ്. ഇതിപ്പോൾ 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ ഗെയിമാണെങ്കിൽ കൂടി സ്റ്റിൽ ഫീൽസ് റിയലി ഫ്രഷ്, സോ സാറ്റിസ്ഫൈങ്. ഗെയിം പ്ലേ ഒക്കെ ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു 90 മുതൽ കണ്ടുപിടിക്കാമെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മെയിനായിട്ടുള്ളൊരു സംഭവം. അത് ഇനി നമ്മളിങ്ങനെ പ്രോഗ്രസ് ആവുന്ന തോറും നമ്മൾ ഒരു ഡിറ്റക്റ്റീവായിട്ട് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഇനി സമയം കളിയല്ലേ, നമുക്കൊരു ഡിറ്റക്റ്റീവ് എത്രയും പെട്ടെന്നാവണം അല്ലേ. സോ ലെറ്റ്സ് ഗോ. റെസ്യൂം ബയർ ബിവെയർ. ഓക്കെ, പുതിയ കേസാണ്. For every cop, there's the case that makes you. Gives you that leg up, gets you recognized as the shining new star in the squad. The case that you solve that shows that you have the gumption, the gung-ho, the get up and go to make you stand out from your average rank-and-file patrolman. This could be the one goal. Okay, gunshots കേട്ടുടാ. ഓക്കെ, അപ്പോൾ ആ വോയിസ് ഓവറിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ഏതൊരു പോലീസുകാരൻ്റെയും ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ കേസ് ഉണ്ടാവും, അവരുടെ ഭാവി തന്നെ മാറ്റുന്ന ഒരു കേസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കേസായിരിക്കാം ഇതെന്നാണ് ആ ഒരു വോയിസ് ഓവറിൽ പറഞ്ഞത്. ഇതൊരു മർഡർ കേസാണ്. ഇതൊരു ടേണിംഗ് പോയിന്റ് ആവാൻ ചാൻസ് ഉണ്ട്. Okay, you're first reporting then. We'll get a perimeter going and move the crowd on. You better see what you can find out before the homicide dicks show up. അപ്പോൾ ഈ ഒരു സീനിൽ നമ്മളാണ് ആദ്യം എത്തേണ്ടത്, പോലീസുകാരൻ എന്ന നിലയ്ക്ക് നമ്മളാണ് ആദ്യം എത്തേണ്ടത്. അപ്പോൾ നമുക്കിത് ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. നമ്മുടെ മറ്റവർ വരുമ്പോഴേക്കും ആര് ഹോമിസൈഡ് ടീം വരുമ്പോഴേക്കും നമുക്ക് ഇയാളെ ചെക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ആയിക്കോട്ടെ. പട്ടാപകൽ നടന്ന ഒരു കൊലപാതകമാണ്. പക്ഷെ ആരാ കൊന്നെന്ന് കണ്ടില്ല. നമ്മളിവിടെ എത്തുമ്പോഴേക്കും ആള് ചത്ത് കിടക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, വായന്ന് ബ്ലഡ് ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. ഓക്കെ, കയ്യിലെന്തെങ്കിലും? ഓക്കെ, കയ്യിലൊന്നും കാണാനില്ല. ഓക്കെ, പോക്കറ്റിന് എന്തോ കിട്ടിയിട്ടോ. ബാങ്ക് ഓഫ് ആർക്കേഡിയ, സി ഗലേറ്റ, അപ്പാർട്ട്മെൻറ്റ് നമ്പർ 5, പേൾ ഇയറിങ്സ്, റീറ്റെയിൽ പ്രൈസ് $52, ടോട്ടൽ $52, പേയ്മെൻറ്റ്സ് മെയ്ഡ്. ഓക്കെ, അപ്പോൾ സി ഗലേറ്റ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവരൊരു പേൾ ഇയറിങ്സ് വാങ്ങിച്ചിട്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് അത് ഗഡുവായിട്ട് അടയ്ക്കണമെന്ന് തോന്നുന്നുണ്ട്. അതൊരു ബാങ്കിനെ അടയ്ക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഓരോ പാർട്ടായിട്ട് അടയ്ക്കുന്നുണ്ട് ആ ഒരു എമൗണ്ട്. അപ്പോൾ ആ ഒരു അടയ്ക്കണേൻ്റെ റെസിപ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആർക്കേഡിയ ബാങ്കിന് വേണ്ടിയിട്ട് അവർ അടയ്ക്കണ റെസിപ്റ്റാണത്. ഓക്കെ, ലയാവേ ടിക്കറ്റ്, C Galetta, layaway receipt, pearl earrings, made out to Bank of Arcadia. All right, yes, it's a dead അതെന്താ സംഭവം? സി ഗലേറ്റ, ആ പേര് ഓർത്ത് വെച്ചാൽ ചിലപ്പോൾ ആവശ്യം വരും. ഓക്കെ, മറ്റെന്തെങ്കിലും ഇല്ല. ഓക്കെ, ഈ കയ്യിൽ എന്തെങ്കിലും? നെഹി കുച്ച് നെഹി. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഓപ്ഷൻസും നമ്മൾ നോക്കി. ഇനി ഡെഡ് ബോഡിയിൽ ഇനി കാര്യമായിട്ടൊന്നും കിട്ടാനില്ല തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക്. ഗുഡ്നസ് ആരെങ്കിലും എന്തെങ്കിലും പറയാണ്ടോന്ന് ചോദിച്ചോ. Sir, I'm Officer Phelps. What exactly did you see? I heard the shots. I thought it was a car backfiring. I saw a girl run at the shoe store. You want to take a look around now? The witness can wait, Cole. We've got the perimeter. ഓക്കെ, അപ്പോൾ ആള് കണ്ടില്ല, സംഭവം നേരിട്ട് കണ്ടില്ല, പക്ഷെ ഗൺ ഷോട്ട്സ് കേട്ടു. അപ്പോൾ ആ ഗൺ ഷോട്ട്സ് കേട്ടിട്ട് ആൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ മരണം സംഭവിച്ചിരിക്കുന്നു. പിന്നെ മാത്രമല്ല, ഒരു ലേഡി ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് ഓടി പോകുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷോപ്പിലേക്ക് കിടക്കാനായിട്ട് മുമ്പ് മറ്റെന്തെങ്കിലും ക്ലൂ ഇടുന്ന് കിട്ടുമോ നോക്കട്ടെ. ഓക്കെ,
shell casings. These look like 32s. Okay, shell casings ആണ് 32 സൈസുള്ള ഷെൽ കേസിങ്സ്. ഓക്കെ, ഇവർക്ക് എന്തെങ്കിലും പറയാനാണോ? സംതിങ് തോക്കോ? ഡസ്റ്റ്ബിന്നിൻ്റെ ഉള്ളിൽ തോക്കിട്ടിട്ട് ആൾ പോയത്. അടിപൊളി. ഓക്കെ, FN Browning. FN Browning. 01138. Serial number Ready to run by gun store. 01138. Eagleson's gun store's a couple blocks from here. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗണ്ണ് കിട്ടി ഡസ്റ്റ്ബിന്നിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഇവിടെ ഈഗിൾ സൺസ് എന്ന് പറഞ്ഞൊരു ഗൺ ഷോപ്പ് ഉണ്ടെന്നാണ് പറയണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഗൺ സ്റ്റോറിലേക്ക് പോകാം. ഓക്കെ, Speak to the witness before homicide arrives, Phelps. If you think she's lying, don't be afraid to get forceful. Verbally, of course. And don't accuse her of anything without proof. Lawyers love that shit. And if you're sure she's straight up, try the general approach. See what you can coax out of her. ഓക്കെ, അപ്പോൾ വിറ്റ്നസ് ചോദ്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് അവർ നുണയാണ് പറയണതെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചൂടാവാന്ന്, വെർബലി ചൂടാവാന്ന്. പിന്നെ ആൾ സ്ട്രേറ്റ് ടു ദി പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജെൻറ്റലായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാവുന്നതാണ്. പിന്നെ തെളിവില്ലാതെ കുറ്റം ആളുടെ മേത്ത് ചുമത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, I'm Officer Phelps, miss. I'm here about the shooting. Did you know the victim? He was my boss. മിസ്റ്റർ ഗേജ്. Mr. Gage. Mr. Gage's first ഇവരുടെ name. ബോസാണ്. Everett. And you are? Galleta. Clovis. ഗയറ്റ, ക്ലോവിസ് ഗയറ്റ. ക്ലോവിസ് ഗയറ്റ. ഓക്കെ, ഇവളുടെ പേരിലല്ല ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത്, പേയ്മെൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടത് ഇവളുടെ പേരിലല്ലേ? ഓക്കെ, സോ നമുക്ക് ആ എവിഡൻസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. അവളുടെ പേരിലാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. റെസിപ്റ്റ് ഫോർ പേൾ ഇയറിങ്സ് മെയ്ഡ് ഔട്ട് ഓൺ ബാങ്ക് ഓഫ് ആർക്കേഡിയ ടു സി ഗലേറ്റ. ഓക്കെ, അവളുടെ പേരിലാണ്. അടിപൊളി. അപ്പോൾ ഇത് നല്ലൊരു തെളിവായിരിക്കും. അവൾ എന്തെങ്കിലും നോണയോ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. You think you could tell me exactly what happened, miss? I look around the shops at lunch. I was in a store when Mr. Gage, my boss, bursts in yelling that I'm late on my lunch. And? We came back. I was angry. I walked in front. I heard shots. I turned and saw Mr. Gage fall. Okay. If you think the witness is lying and you have proof, select lie. To accuse a witness of lying, you will need to present evidence. Okay, അപ്പോൾ സംഭവം നോക്കി നോക്കട്ടെ അവളെന്താ പറഞ്ഞത്. I look around the shop at lunch. I was in a store with when Mr. Gage, my boss, burst in, yelling that I am late on my lunch. Call Phelps and we came back. I was angry. I walked in front. I heard shots. I turned and saw Mr. Gage fall. Okay, അപ്പോൾ അവൾ പറഞ്ഞൊരു സംഭവം എന്താ വെച്ചാൽ ലഞ്ചിൻ്റെ സമയത്ത് അവളാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ നോക്കി നടത്താറ്. പക്ഷേ ആ സമയത്ത് ഇപ്രാവശ്യം അവൾ ലഞ്ചിൻ്റെ സമയത്ത് ഒരു സ്റ്റോറിൽ കയറിയിരിക്കുകയായിരുന്നു, എന്തോ മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മിസ്റ്റർ ഗേജ് ആ ഷോപ്പിൽ കയറി വന്നിട്ട് ഇവളോട് ചൂടാവാണ്. ലഞ്ചിൻ്റെ സമയത്ത് ഇവിടെയാണോ സ്റ്റോറിലാണോ വന്നിരിക്കണമെന്ന് ചോദിച്ചിട്ട് അവളോട് ചൂടാവാണ്. അപ്പോൾ അവൾ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഷോപ്പിലേക്ക് വരുന്നു. അവൾ ഫ്രണ്ടിലായിരുന്നു. പെട്ടെന്ന് ബാക്കിൽ എന്തോ ഗൺ ഷോട്ട്സും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ മിസ്റ്റർ ഗേജ് നിലത്ത് വീഴുന്നതാണ് കാണുന്നത്. ബ്ലഡൊക്കെ ഒലിച്ചിട്ട് നിലത്ത് കിടക്കുന്നതാണ് കാണുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തോ ഒരു പന്തികേടുണ്ട് കണ്ടോ, അവളുടെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ട്. അവൾ ഐ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും തരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ലൈ ആയിട്ടാണ് എനിക്ക് തോന്നുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ഇത് എവിഡൻസ് ആയിട്ട് കൊടുക്കാം അല്ലേ. ലേ അവേ വൗച്ചർ റിസിപ്റ്റ് ഫോർ പേൾ ഇയറിങ്സ്
മെയ്ഡ് ഔട്ട് ഓൺ ബാങ്ക്. ഓക്കെ ഓക്കെ, അത് നമുക്ക് ഇതായിട്ട് കൊടുക്കാം. ഓക്കെ, ലൈ ആയിട്ട് കൊടുക്കാം. അവളെന്തോ മറച്ചു വയ്ക്കുന്നുണ്ട്. കാരണം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഇവള് ആരാ വെടി വെച്ചെന്ന് കണ്ടുവന്നാ ഒന്നും പറയണില്ലേ. തൊട്ട് അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് എന്തോ നോണയാണ്. ഓക്കെ, ലൈ. You're lying, Miss Galetta. You know what happened and why. You're going to tell me. There's nothing to tell. I've done nothing wrong. How can you prove different? ഓക്കെ, അവൾക്ക് എന്താ സംഭവിച്ചെന്ന്, എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് അറിയാനായിരിക്കും. ഓക്കെ, അപ്പോൾ ലയാവേ വൗച്ചർ. അപ്പോൾ നമ്മുടെ ആ വൗച്ചർ ഒന്ന് ബാങ്കിൽ അടച്ച സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. Your pearl earrings, Miss Galetta. You've been paying for them for a whole year. Stop lying and tell me what happened at the jewelry store. Oh God, I won't lose the earrings, will I? You could lose your freedom, you little fool, if you don't stop obstructing a murder investigation. Mr. Kalu. Edgar Kalu. He runs the jewelry store. Okay, Edgar He Kalu. showed me a lovely watch. Mr. Gage bursts in. Mr. Kalu gets very angry with Mr. Gage, and they start yelling at each other. Mr. Gage tells me that all of the things in the store are junk, nickel-plated, made in Japan, and yells at me to get back to work. Then what happened? We get back here, and I hear a loud bang. Mr. Gage clutches at his back. I hear another bang, and another, and another. Mr. Gage falls to his knees. It looked very painful. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അവൾ കുറച്ച് കാര്യം എക്സ്ട്രാ പറഞ്ഞു. അതായത് അവൾ ജ്വല്ലറി സ്റ്റോറിലായിരുന്നു. അപ്പോൾ ആ സ്ലിപ്പ് നമ്മൾ ആ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി അവൾ ജ്വല്ലറി സ്റ്റോറിലാണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അവളത് സംബന്ധിച്ചു ജ്വല്ലറി സ്റ്റോറിലായിരുന്നു അവൾ. അപ്പോൾ അങ്ങനെ സ്റ്റോറിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മിസ്റ്റർ ക്ലോ, ആ ജ്വല്ലറി ഓണറായി മിസ്റ്റർ ക്ലോ ഇവൾക്കൊരു വാച്ച് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മിസ്റ്റർ ഗേജ്, ഇപ്പോൾ മരിച്ചു കിടക്കുന്ന മിസ്റ്റർ ഗേജ് ആ ഷോപ്പിലേക്ക് ഇടിച്ച് കയറുന്നു. അപ്പോൾ ആ ഷോപ്പിലുള്ളതൊക്കെ എന്തോ തല്ലിപൊളി സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവളെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ക്ലോവും മിസ്റ്റർ ഗേജും തമ്മിൽ നല്ലൊരു വാക്ക് തർക്കം അവിടെ ഉണ്ടാവാണ്. കാരണം ആളുടെ ഐറ്റംസൊക്കെ വളരെ ഫേക്കാണെന്നുള്ള കാര്യം പറഞ്ഞ കാരണം അവർ തമ്മിൽ നല്ല തർക്കത്തിലാവാണ്. എന്തായാലും ഇവർ രണ്ടുപേരും ഷോപ്പിലേക്ക് തിരിച്ചു വരാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്താണ് ഇവള് ബാക്കിൽ നിന്ന് ഗൺ ഷോട്ട്സ് കേൾക്കുന്നതും അവൻ മരിച്ചു വീഴുന്നത് കാണുന്നതും. ഓക്കെ, ഡീറ്റെയിൽസ് ഓഫ് ഷൂട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽ ചോദിച്ചു നോക്കാം. ഡീറ്റെയിൽസ് ഓഫ് ഷൂട്ടിംഗ്. How many shots did you hear, Miss Galetta? It's difficult to remember. It sounded like there were so many, and they were so loud. Okay, how many shots? If you think the witness is telling truth. ഓക്കെ, അത് ട്രൂത്ത് ആവാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ഗൺ ഷോട്ട്സ് ചിലപ്പോൾ അവൾക്ക് ഓർമ്മ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ട്രൂത്ത് എന്ന് കൊടുക്കാം. ഓക്കെ, അത് കറക്റ്റ് എന്ന് കാണിക്കണ്ട. ക്വസ്റ്റ്യൻ കറക്റ്റ് എന്ന് Even minor details can become important later on. Well, there was one bang, and then another, and then three very quickly close together. 5. ഓക്കെ, 5 റൗണ്ട് വെടി കൊണ്ടുണ്ട് ആള്. ഓക്കെ, പോസിബിൾ മർഡർ സസ്പെക്ട് ഷൂ സ്റ്റോർ ക്ലർക്ക്, ഐ വിറ്റ്നസ് ടു മർഡർ ഓഫ് എവററ്റ് ഗേജ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും അവൾ പറഞ്ഞിട്ടില്ല ആരാ വെടിവെച്ചെന്നുള്ള കാര്യം അവളിപ്പോഴും പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് ചോദിച്ചു നോക്കാം. Which jewelry store? Hartfield's. Broadway between 5th and 6th. Did you see the person who shot Mr. Gage? Of course I did. Mr. Kalu looked very angry. He kept firing the gun. He kept pulling the trigger. He threw the gun in a bin and turned and walked away. ഓക്കെ, അത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്. അതായത് മിസ്റ്റർ ക്ലോ ആണ് നമ്മുടെ മിസ്റ്റർ ഗേജിനെ വെടിവെച്ച് കൊന്നതെന്നാണ് ഇവള് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ റീസൺ ഇവള് പറയുന്നത് ആ ഷോപ്പിൽ നടന്ന സംഭവങ്ങളാണ് ഇവള് റീസണായിട്ട് പറഞ്ഞത്. കാരണം ഷോപ്പിലുള്ളതൊക്കെ നക്കിളിയാന്ന് പറഞ്ഞല്ലോ മിസ്റ്റർ ഗേജ്. അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ള റീസൺ അല്ലേ? അതിന് ഒരാളെ വെടിവെച്ച് കൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, അത് എന്ത് പറയണം, ഡൗട്ട് ഒന്ന് കൊടുത്താലോ?
ഓക്കെ, നമുക്ക് ഇൻറ്റ്യൂഷൻ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, യൂസ് ഇൻറ്റ്യൂഷൻ. ഓ, ഇൻറ്റ്യൂഷൻ പോയിന്റ്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, അത് നമ്മളിപ്പോൾ അത് കൊടുക്കണ്ട. ഡൗട്ട് എന്ന് കൊടുത്താലോ? അവളുടെ മുഖം കണ്ടിട്ട് എനിക്ക് തോന്നണില്ല, നോണയാന്ന് എനിക്ക് തോന്നണില്ല. ഡൗട്ട് എന്ന് കൊടുക്കാം. ഓക്കെ. You're making me angry, Miss Galetta. Is that what you want? Tell me why Mr. Kalu shot Mr. Gage. Mr. Gage hates Jews. A lot of people do. It's not my fault if he has nice things. Okay. Thank you for your help, ma'am. You've been very brave. We'll need you to make a formal statement about what happened to Mr. Gage. Does that mean I can still collect my... ഓ, അപ്പോൾ നല്ലൊരു സ്ട്രോങ് റീസൺ ഉണ്ട് ഇപ്പോൾ. അതായത് ഷോപ്പിലത്തെ പ്രശ്നമല്ല. അതായത് മിസ്റ്റർ ക്ലോ ഒരു ജ്യൂ ആണെന്നാണ് ഇവള് പറയണത്. അപ്പോൾ മാത്രമല്ല, മിസ്റ്റർ ഗേജിനെ ജ്യൂ എന്ന് കേട്ടാൽ ഭയങ്കര അലർജിയാണെന്ന് കേൾക്കണത്. ജ്യൂവിനെ തീരെ ജ്യൂ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരെ കണ്ടാൽ ഭയങ്കര വെറുപ്പാണെന്നാണ് നമ്മുടെ ഇവള് പറയണത്, ഗലാക്റ്റ പറയണത്. ഓക്കെ, അപ്പോൾ അതൊരു വർഗീയത ഉള്ള കാരണം അതൊരു റീസൺ ആവാം. മിസ്റ്റർ ക്ലോ മിസ്റ്റർ ഗേജിനെ കൊല്ലാനുള്ള ഒരു റീസൺ ആവാം. ഓക്കെ, ലെറ്റ്സ് സേ the murder weapon and the murder. The girl saw it all. Our killer works at a jewelry store called Hartfield. That's a couple of blocks from here. Thinking what I'm thinking? Tate, maintain the perimeter. ഓക്കെ, അപ്പോൾ ആളുടെ ജ്വല്ലറിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇവിടെ കണ്ടതാണ്, മിസ്റ്റർ ക്ലോ തന്നെയാണ് വെടിവെച്ചെന്നുള്ളത് കണ്ടതാണ്. അപ്പോൾ അവൻ തന്നെയായിരിക്കും ഇതിൻ്റെ കൊലയാളി. ഓക്കെ, അല്ല നമ്മൾ ജ്വല്ലറി സ്റ്റോറുകളിൽ പോകുന്നതിന് മുമ്പ് ഗൺ സ്റ്റോറിലൊന്ന് പോകണം. കാരണം ആ ഗൺ അവൻ്റെ തന്നെയാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ഗൺ സ്റ്റോർ. Set as destination. ഓക്കെ, സോ എവിടെയാണ് ഗൺ സ്റ്റോർ? കുറച്ച് ദൂരം ഉണ്ടല്ലോ. യു ടേൺ തിരിഞ്ഞിട്ട് ലെഫ്റ്റ് തിരിയണം അല്ലേ? ലെഫ്റ്റ് തിരിഞ്ഞിട്ട് രണ്ടാമത്തെ റൈറ്റ്. ഓക്കെ, കുറച്ച് ദൂരമുണ്ട്. ലെഫ്റ്റ് തിരിയുക. സാധാരണ ഹോണില്ല കേട്ടോ, സൈഡ് മാത്രമുള്ള ഈ വണ്ടിക്ക്, അതാണ് പ്രശ്നം. രണ്ടാമത്തെ റൈറ്റ്, ഈ റൈറ്റ് അല്ല, രണ്ടാമത്തെ റൈറ്റ്. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകുന്നത്. വേണമെങ്കിൽ സൈഡ് ഇടാം, കള്ളനെ പിടിക്കാനല്ല പോകുന്നത്. ഏകദേശം 95% ആൾ തന്നെയാണ് കൊന്നത്, ജ്വല്ലറി ഓണർ. Eagle Sands Gun and Sporting Goods Store. Okay. Officers, what can I do you for? Officers Phelps and Dunn, sir, Wilshire Division. We need you to trace a serial number. Sure. What's the make and model? FN Browning, model 1922. The serial number is 01138. You don't say. Well, I didn't sell it. Europeans love them, but it's pretty rare you find one over here. Although I did have one in here a couple of weeks back. Remember the owner? Yeah. Kalu. Hello. Edgar Kalu was his name. Thing looks like he'd never been fired. He brought it in here for cleaning anyway. Then he bought a box of cartridges and he left. You know where we can find Mr. Kalu? കാണാൻ വിറ്റ്നസ് ഉണ്ട്, ആളെ കൊന്നുള്ള വിറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ കണ്ണൻ്റെ ഓണറും ആളാന്ന് നമുക്ക് മനസ്സിലായി. Up on Broadway. Thanks for your help. Okay, now let's go to his shop.
Felsada, okay. Locations. Clues alla locations. Hardware's jewelry store. Set destination. Okay, let's go. പോട്ടെ പെട്ടെന്ന് പോട്ടെ വണ്ടി. ഫസ്റ്റ് കേസ് അങ്ങനെ തെളിയിക്കാൻ പോവാണ്. ഓക്കെ, Officer, can I interest you in a new watch? Officer Cole Phelps, are you Edgar Kalu? No. Mr. Kalu is out back. He said he'd lie down. I'll buzz him for you. Run to her. Son of a bitch! What? Go, Cole, go! അടിപൊളി, അവൻ തന്നെയാണല്ലോ എഡ്ഗർ ക്ലോ. അടിപൊളി. എനിക്ക് തോന്നിയിട്ട് ഒരു ചെറിയ കള്ളലക്ഷണം ആളുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു. എവിടെ നമ്മള് ആളെ പാസ് ചെയ്ത് പോയതാണല്ലോ. ഓ അടിക്കല്ല, വണ്ടി ഇടിക്കല്ല. ഓക്കെ, ഹോൾഡ് റൈറ്റ് ക്ലിക്ക് ആൻഡ് യൂസ് സെയിം ടു. ഓ, ദാറ്റ് വാസ് ഈസി. ആള് സറണ്ടർ ചെയ്തു. അടിപൊളി. Edgar Kalu, you're under arrest for the murder of Everett Gage. Happy ayal. The case that makes you and the case that breaks you. The one you never solve, the one that keeps you awake at night. The case that gnaws at your guts and ruins your marriage. The case that keeps you propping up a bar as you relive the what-ifs, the might-have-beens, the half-leads and the half-truths. The case that other cops murmur about whenever you walk past. ഇതിൽ ചില ക്യാരക്ടേഴ്സേ, ചില ആക്ടേഴ്സിന്റെ ചായ ഉണ്ട് കേട്ടോ. Ever discuss. നമ്മുടെ കോളെന്ന ഒരു ഏതൊരു ആക്ടറിന്റെ ചായക്ക് slowly, but it grinds finely, son. I hear it's you who nabbed our malefactor from the shooting yesterday. Yes, sir. Yes. Then tell me, Boyle. I hear you're quite the climber, a man of initiative. How would you like a chance at smiting this man with the sword of justice? You're asking me to conduct the interview, sir? I am, young Phelps. You've only been with us a short time and you've assembled yourself a stellar arrest record. Not to mention the fine work you did in the war, sending heathens back to the hell they came from. But I'm curious as to whether you can turn your hand to interrogation. It takes a certain animal cunning. Do you think you might be ready for that? Yes, sir. I think I am. Okay, നമ്മൾ ഇന്ററഗേഷൻ ചെയ്യണം കേട്ടാ. പിടിച്ചു കൊടുത്താൽ മാത്രം പോരാ. ഇന്ററഗേഷൻ നമ്മൾ തന്നെ ചെയ്യണമെന്നാണ് പറയുന്ന ആള്. A motive, opportunity, hard evidence, and best of all, a confession. If you fail in the former, you can always use a modicum of violence to obtain the latter. How are you feeling, lad? Fine, sir. Very good. The evidence is overwhelming. May the cat eat him and the cat be eaten by the devil. Bring me a confession, young Phelps. This is your chance. Don't fail me. I will try. ഓക്കെ, അപ്പോൾ നമ്മൾ കള്ളനെ പിടിച്ചു കൊടുത്താൽ മാത്രം പോരാ, കൺഫെഷൻ ചെയ്യിക്കണം ആളെ കൊണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ലോജിക്കാണ്. റിയൽ ലൈഫിൽ അങ്ങനെയാണ്. നമ്മൾ ഒരാളെ പിടിച്ചു കൊടുത്താൽ മാത്രം പോരാ, ആള് സമ്മതിക്കും വേണം. Shot a man dead in cold blood. You're going to have to pay for that. Okay, so let's start with argument with Gage. അവിടെ നിന്നാണ് തുടക്കം. You followed Everett Gage and the girl back to the shoe store. You put 5 rounds in Gage's back. Gage was a bastard. Whatever he got what was coming. But it had nothing to do with me. ഓക്കെ, അവൻ നമ്മുടെ ഗേജ് വളരെ മോശപ്പെട്ട ആൾ തന്നെയായിരുന്നു. ആൾക്ക് സംഭവിച്ചത് വരാൻ ഇരിക്കുന്നത് തന്നെയായിരുന്നു എന്നാണ് ആൾ പറയുന്നത്. പക്ഷേ അതുമായിട്ട് ഇയാൾക്കൊരു ബന്ധമില്ല എന്ന് പറയുന്നത്. ഓക്കെ, ആളുടെ ഫേസ് കണ്ടിട്ട്
ഓക്കെ, നോണയാണ്. ഐ വിറ്റ്നസ് ഉണ്ട്, പിന്നെ ഗണ്ണും ആളുടെയാണ്. ഓക്കെ, നമുക്ക് തെളിവുണ്ട് കാണിക്കാൻ. അപ്പോൾ ധൈര്യമായിട്ട് നോണയാന്ന് പറയാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു തെളിവായിട്ട് നമുക്ക് തോക്കിൻ്റെ സംഭവം എന്താണെന്ന് കാണിക്കാം. തോക്കിൻ്റെ ഉടമ ആളാന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. You got nothing, boy chick. You're going to be laughed right out of court. അത് I'm just going to keep my mouth shut and watch you run around in circles. We're done. Seriously? Unless you want to keep making a schmuck of yourself. You disappoint me, Cole Phelps. Get back in there and raise some lumps, boy! I need a confession! എൻ്റെ അമ്മ ആള് പെട്ടെന്ന് മാറിയത് കണ്ടോ, പെട്ടെന്ന് ചൂടാവണ്. എങ്ങനെ പെരുമാറിയ ആളാണ്. അത് തെറ്റുപറ്റിപ്പോയി. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളവിടെ എന്തോ ഓപ്ഷൻ കൊടുക്കണം. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ്. You followed Everett Gage and the girl back to the shoe store. You put 5 rounds in Gage's back. Gage was a whatever he got what was coming, but it had nothing to do with me. ഓക്കെ, ഇറ്റ്സ് എ ലൈ, അത് നമുക്കറിയാം. അതിന് തെളിവ് നമ്മൾ മാറിപ്പോയി തോന്നുന്നുണ്ട്. We know why. We can put you at the scene. You can't prove anything. ഓക്കെ, തെളിവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ വിറ്റ്നസ് ഉണ്ട്, ആളെ കണ്ടതായിട്ട് നമ്മുടെ സ്റ്റോറിലത്തെ ആ ലേഡി ഐഡൻറ്റിഫൈ ചെയ്തതാണ്. ഇന്ന ആളാണ് കൊന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തതാണ്. അപ്പോൾ അതിൽ നിന്ന് ആളെ രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ആളുടെ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആളാവണം കൊലയാളിന്ന് ആവാൻ ചാൻസ് ഇല്ല. കാരണം ഗണ്ണ് വേണമെങ്കിൽ ആർക്കെങ്കിലും അടിച്ചു മാറ്റിയിട്ട് കൊല്ലാനും സാധ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് ശരിയാണ്, ആ ഒരു ഓപ്ഷൻ ഫെയിൽ ആവാനും ചാൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതന്നെ കൊടുക്കാം, സസ്പെക്ട് പോസിറ്റീവ്ലി ഐഡൻറ്റിഫൈഡ് എന്നുള്ള സംഭവം കൊടുക്കാം. ഓക്കെ, സ്പേസ് ബാർ അമർത്തിയാൽ നമുക്ക് ആളെ നിരീക്ഷിക്കാമെന്നാണ് പറയുന്നത്. Didn't I ask for a lawyer? Shouldn't you be on the phone, officer? ആള് ഭയങ്കര കോൺഫിഡൻ്റ് ആട്ടാ. Shouldn't you be on the phone, officer? ഓ ആ ആനിമേഷൻസ് നോക്കി നിങ്ങൾ, സോ പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് കൊടുക്കാൻ പോകുന്നത്. ഇവനെ ഐഡൻറ്റിഫൈ ചെയ്തതാണ്, ആ ലേഡി ഐഡൻറ്റിഫൈ ചെയ്തതാണ്. സോ ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. We know all about the argument. Miss Galetta made a statement. You're counting on the girl? You think her testimony is going to stand up in court? You're going to the gas chamber, Edgar. That Jew-hating couldn't leave me alone. I had a sale. That girl was ready to buy. അടിപൊളി, അവൻ തന്നെ പറഞ്ഞോട്ടെ, ജ്യൂ ഹേറ്റിംഗ് അവൻ എടുത്തു പറഞ്ഞു. ഓക്കെ, അപ്പോൾ പോസിബിൾ റിലീജിയസ് മോട്ടീവ് അത് തന്നെയായിരിക്കും. അതായത് ഇവനെ ജ്യൂ എന്നുള്ള നിലയ്ക്ക് ഇവനെ അപമാനിച്ചതായിട്ടാണ് ഇവനെ തോന്നിയിട്ടുണ്ടാവുക. ഗേജിനെ ജ്യൂസിനെ കണ്ണെടുത്താൽ കണ്ടുവിടും. അപ്പോൾ ഇവനായിട്ട് തർക്കിക്കുമ്പോൾ ജ്യൂസിനോടുള്ള ഒരു അമർഷ കൂടിയായിരിക്കും നമ്മുടെ ഗേജ് കാണിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ പ്രതികാരത്തിലായിരിക്കും ആൾ കൊന്നുണ്ടാവുക. അപ്പോൾ അതിനായിരിക്കും പോസിബിൾ റിലീജിയസ് മോട്ടീവ്. ഓക്കെ, ആളൊന്ന് ഒബ്സർവ് ചെയ്യാം. കണ്ട ആള് മുഖത്തേക്ക് നോക്കണില്ല. മാൻ, ദിസ് ഗെയിം ഈസ് ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. കണ്ടോ, ആളുടെ ഐ കോണ്ടാക്റ്റ് ഒക്കെ പോയി. നേരത്തെ ആ കോൺഫിഡൻസ് ഇപ്പോൾ ഫേസിൽ കാണാനില്ല. അപ്പോൾ അതന്നെ പോസിബിൾ റിലീജിയസ് മോട്ടീവ്. മിണ്ടാതിരിക്കടാ, നിന്റെ പണി ഞാൻ ഇപ്പോൾ തീർത്തരാം. You fasting for Yom Kippur, Mr. Kalu? Yeah, let's change the subject, you going mother. How about baseball? You're not denying you're a Jew, Mr. Kalu. This is America. It's not Germany. It's not a crime. Some people don't like Jews, Mr. Kalu. Yeah, and I guess you're one of them. Gage hated Jews, didn't he, Mr. Kalu? I don't know what you're talking about. ഓക്കെ, അപ്പോൾ ഗേജ് നമ്മുടെ ഇവൻ ജ്യൂ ആണെന്നുള്ള കാര്യം ഗേജിന് അറിയാം. ഓക്കെ, അപ്പോൾ അത് അവൻ ലൈ ആണ്, ഡൗട്ട്. എന്തായാലും അവൻ്റെ കോൺഫിഡൻസ് ലെവൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടായി നോക്കാം. ഓക്കെ, ഡൗട്ടിനുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, left-wing leaning parasite. Yes, you expect me to sit here and listen to your drivel? You call me that? You sit there and you call me those names, you god. You and that stup Gage. Why did you do it, Mr. Kalu? Gage,
He's in the Chamber of Commerce. He's in with all those momsers. He blocked every proposal I ever put forward. Kike this and kike that. He's been trying to ruin my business for years. Edgar Kalu. Okay, I'm charging ഇപ്പോൾ you with the ജനുവരി first റീസൺ degree പുറത്തേക്ക് murder of വന്നു. Everett Gage. ഓക്കെ, I respect your beliefs. അപ്പോൾ and your അതായത് right to ഇവൻ്റെ ഒരു ജ്യൂ ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ പല ബിസിനസ് Jerry കാര്യങ്ങളും can commute to നമ്മുടെ murder in the മിസ്റ്റർ second കേജ് degree. കൊളാക്കിണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ അവൻ ഇവൻ്റെ ഈ ജ്വല്ലറി ഷോപ്പിൽ വന്നിട്ട് ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്രതികാരമാണ് ഇയാൾ തീർത്തത്. Masterfully done, അടിപൊളി. Officer Phelps. It is just, Officer Phelps. Isn't it, lad? ശരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. Then let me have a word with the Chief of Police, young Phelps. The department needs heroes. A shining, honest face the public can admire. I applaud a man with your talent for unwavering justice. Back to your duties for now, boyo. But here's a piece of advice. Get yourself 2 suits, get them pressed. You'll be needing. ഓക്കെ, നമുക്ക് പ്രൊമോഷൻ സ്യൂട്ട് റെഡിയാക്കി വരാമെന്നാണ് പറയുന്നത്. നമ്മൾ ഡിറ്റക്റ്റീവ് ആളുള്ള പ്രൊമോഷൻ കിട്ടിയിട്ട് തോന്നുന്നു. ഓക്കെ, പാസ്ഡ് ലോസ് ഏഞ്ചൽസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഓഫീസേഴ്സ് ഫിറ്റ്നസ് റിപ്പോർട്ട്. ദി ഓഫീസർ ഡിസ്പ്ലേ സൗണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ടെക്നിക് സർവീസ് വെപ്പൺ പ്രൊഫിഷ്യൻസി പീക്ക് ഫിസിക്കൽ കണ്ടീഷനിങ് കീൻ ഇൻ്ററഗേഷൻ ഇൻസ്റ്റിങ്ക്റ്റ്. ഓക്കെ, അടിപൊളി. പെട്രോൾ കംപ്ലീറ്റ്. യു ആക്ഷൻസ് ഹാവ് വേണ്ടി യു എ പ്രൊമോഷൻ പ്രിപ്പയർ ഫോർ റീ അസൈൻമെൻറ്റ്. ഓക്കെ, അടിപൊളി, പ്രൊമോഷൻ കിട്ടി. ഓക്കെ, ഡിറ്റക്റ്റീവായിട്ട് തന്നെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഡിറ്റക്റ്റീവ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് കറക്റ്റ് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോഴേ അറിയുള്ളൂ.